നേപ്പാളിലേക്കാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നേപ്പാളിൻ്റെ അതിർത്തികളിൽ നിന്ന് അത്ര ശുഭകരമല്ലാത്ത സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് വന്നിരുന്നത്. പ്രത്യേകിച്ച് ഇവിടെ വർഗീയ സംഘർഷത്തിന് ചായവുള്ള തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു രൂപം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കണ്ടിരുന്നത്, പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ ജൂലൈ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ സുൻസരി ജില്ലയിൽ ഒരു മതഘോഷയാത്രയ്ക്കിടയിൽ ഒരു ചെറിയ സംഘർഷം ഉണ്ടാകുന്നത് പിന്നീട് അത് വലിയൊരു വർഗീയ കലാപമായിട്ട് മാറുന്നു, ഹിന്ദു മുസ്ലിം കലാപമായിട്ട് മാറുന്നു. ഇതിൽ 3 പേര് കൊല്ലപ്പെടുകയും ധാരാളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. കർഫ്യൂ അടക്കം പ്രഖ്യാപിച്ചിട്ട് ഇതിനെ തടഞ്ഞു നിർത്താൻ നോക്കിയെങ്കിലും അത് സമീപത്തെ മറ്റ് ജില്ലകളിലേക്ക് കൂടിയിട്ട് ബാധിക്കുകയുണ്ടായി. ഇതിനെ തടഞ്ഞു നിർത്താൻ അവിടുത്തെ സർക്കാർ പ്രത്യേകിച്ച് നടപടികൾ എടുത്തില്ല എന്നുള്ള വലിയ വിമർശനം ഉയർന്നുണ്ട്. പ്രത്യേകിച്ചും അവിടുത്തെ പ്രധാനമന്ത്രിയായ ബലേന്ദ്ര ഷാ, അദ്ദേഹം ആ സമയത്ത് അത്തരം ഒരു മീറ്റിംഗ് വിളിക്കുകയോ ഇതിനെ ഏകോപിപ്പിക്കുകയൊന്നും ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവ് തന്നെ അത്തരം ഒരു മീറ്റിംഗ് വിളിച്ചെങ്കിലും ബലേന്ദ്ര ഷാ അടക്കം അതിൽ നിന്ന് വിട്ടിരുന്നു. നേപ്പാളിലെ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം വളരെ നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഹിന്ദു മുസ്ലിം വർഗീയ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ളതാണ്. അതിനെ എത്ര വിധത്തിൽ നിയന്ത്രിക്കാൻ നോക്കിയിട്ടും വല്ലാത്ത രീതിയിൽ പടരുകയാണ് അതിലേക്കാണ്. ജിംസ്, എന്താണ് ഇപ്പോൾ നേപ്പാളിൽ സംഭവിക്കുന്നത്? നമുക്കറിയാം, നേപ്പാളിലൊരു ജൻസി കലാപത്തിലൂടെ അധികാരത്തിൽ വന്ന ഒരു സർക്കാർ അവിടെ ഉണ്ട്. എന്നിട്ട് പോലും ഇത്തരം ഉണ്ടാകുന്ന സംഘർഷങ്ങളെ ഒന്നും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഈ നേപ്പാൾ നമുക്കറിയാമല്ലോ, ഒരു മൊണാർക്കി ആയിരുന്നല്ലോ, രാജഭരണം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഈ രാജഭരണം നടക്കുമ്പോൾ ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ലോകത്തെ ഒരേ ഒരു ഹിന്ദു രാജ്യമായിരുന്നു നേപ്പാൾ. അതെ. പക്ഷേ അതിനുശേഷം അവിടെ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ മാറുന്നു, അവിടെ അതൊരു സെക്യുലർ രാജ്യമായി പ്രഖ്യാപിക്കപ്പെടുന്നു. അതൊരു ഹിന്ദു മജോറിറ്റി രാജ്യമായിരിക്കെ തന്നെ 90% ഉണ്ട് ഹിന്ദു ജനസംഖ്യ, 82. അപ്പോൾ അങ്ങനെ ആയിരിക്കെ തന്നെ ഒരു പക്ഷേ ടോളറൻസ് എന്നൊക്കെ അതിൽ നല്ല സഹിഷ്ണുതയുള്ളൊരു രാജ്യമാണ്. അവിടെ അങ്ങനെ വലിയ വലിയ വർഗീയ കലാപങ്ങളോ സമുദായങ്ങൾ തമ്മിലുള്ള സാമുദായിക കാലുഷ്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ ഒരു രാജ്യമായിരുന്നു നേപ്പാൾ. അപ്പോൾ അത് മാറി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു സൂചനകൾ. ഇപ്പോൾ എന്ന് വെച്ചാൽ വളരെ അടുത്താണ്, ഒരു 10 വർഷമായിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സംഭവം ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ മാധേശ് എന്ന് പറഞ്ഞ പ്രവിശ്യയ്ക്ക് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. മാധേശ് യുപിയും ബീഹാറുമായിട്ട് അതിർത്തി പങ്കെടുക്കുന്ന ഒരു പ്രൊവിൻസാണ്, ഒരു സ്റ്റേറ്റാണ്, നമ്മുടെ ഇത് പറയുന്ന ഒരു സംസ്ഥാനമാണ് മാധേശ്. അപ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. മാധേശികൾ പൊതുവെ ഇന്ത്യൻ വംശജരാണ്. നമ്മൾ നേപ്പാളികൾ എന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്ന ഒരു രൂപമുണ്ടല്ലോ, ആ രൂപമല്ല മാധേശികളുടേത്. അവർ ഇന്ത്യ വംശജരാണ്. മാത്രമല്ല ഈ യുപിയിലും ബീഹാറിലും ഒക്കെ ബന്ധുക്കളൊക്കെയുള്ള, നിരന്തരം ഈ ക്രോസ് ബോർഡർ യാത്ര ചെയ്യുന്ന, വിവാഹങ്ങൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അത് ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് മാധേശ്. ഈ മാധേശിൻ്റെ ഒരു പ്രശ്നം, ഒരു ഇൻബിൽട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നേപ്പാളിൻ്റെ ഒരു റെജീമിൽ അവർ എല്ലാ കാലത്തും അവഗണിക്കപ്പെടുന്നവരാണ്. അതായത് വലിയ തോതിലുള്ള വിവേചനം നേരിടുന്ന ഒരു സ്റ്റേറ്റാണ് മാധേശ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന്, അവർ മുഖ്യധാര നേപ്പാൾ വംശജരല്ല, അവർ ഇന്ത്യൻ വംശജരാണ്. 2, ഇതിൻ്റെ ഒരു സദേൺ പോർഷനിലാണ് ഇവർ കിടക്കുന്നത്. ഈ നേപ്പാളിൻ്റെ ഒരു രാഷ്ട്രീയ അധികാരം എപ്പോഴും കാഠ്മണ്ഡു കേന്ദ്രീകരിച്ചായിരിക്കും. കാഠ്മണ്ഡു കേന്ദ്രീകരിച്ചുള്ള എലീറ്റുകളാണ് എപ്പോഴും രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്. അതിനെതിരെയായിരുന്നു ജൻസി കലാപം. ഈ കാഠ്മണ്ഡുവിലെ എലീറ്റ് രാഷ്ട്രീയത്തിനെതിരെയായിരുന്നു ജൻസി കലാപം നടന്നത്. മാധേശ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹോട്ട്സ്പോട്ടായിരുന്നു ഈ കലാപത്തിൻ്റെ. അതൊക്കെ ശരിയാണ്. എന്നിട്ടും ആ കലാപം നടന്നിട്ടും ഇപ്പോൾ മാധേശിൽ നിന്നുള്ള ആളുകൾക്ക് അവിടെ റെപ്രസെൻറ്റേഷൻ കിട്ടിയോന്ന് വെച്ചാൽ ഇല്ല, കൃത്യമായ റെപ്രസെൻറ്റേഷൻ ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ ഈ പുതിയ ഭരണഘടന അനുസരിച്ച് ഓരോ സ്റ്റേറ്റുകൾക്കും പ്രത്യേകമായ പോലീസ് സംവിധാനം വേണമെന്നൊക്കെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അത് സാധ്യമായിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഒരു ചെറിയൊരു ടെൻഷൻ, ലോക്കൽ ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ തീരുമാനം എടുക്കുന്നത് ആഭ്യന്തരമന്ത്രി ആയിരിക്കും. ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി 4 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത്. പ്രധാനമന്ത്രിയായിട്ട് ഈ വിഷയത്തെപ്പറ്റി ഒന്നും മിണ്ടിയേയില്ല എന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ച് മാധേശ് എപ്പോഴും അവഗണിക്കപ്പെട്ട സ്ഥലമാണ്, അവിടെ എന്തെങ്കിലും നടന്നോട്ടെ എന്നൊരു ഫീലാണുള്ളത്. പക്ഷെ പ്രശ്നം അതൊന്നുമല്ല. പ്രശ്നം നേപ്പാളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു, നിരന്തരം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് നേപ്പാൾ മാധ്യമങ്ങൾ തന്നെ, എന്താണ്, ഹിമൽ ഖബർ എന്ന് പറയുന്ന നേപ്പാളിൽ ഒരു പ്രധാനപ്പെട്ട പത്രമാണ്. അവരിന്ന് എഴുതിയൊരു എഡിറ്റോറിയലുണ്ട്. അതിൽ പറയുന്നൊരു കാര്യം, ഇത് നേപ്പാൾ പാരമ്പര്യമല്ല ഇങ്ങനെ കലാപങ്ങളുണ്ട്, ഇത് ഇന്ത്യക്കാരുടെ സ്വഭാവമാണ്, ഇന്ത്യയിലാണ് ഇങ്ങനെ നടക്കുക. ഇതിവിടെ നടന്നത് എന്താണ്, ഇപ്പോൾ നമ്മുടെ കാവടി യാത്ര പോലെ തന്നെ നേപ്പാളിലെ ഹിന്ദുക്കൾ, പ്രത്യേകിച്ച് മാധേശിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ നദിയിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വരുന്ന രീതിയുണ്ട് ശിവക്ഷേത്രത്തിലേക്ക് വേണ്ടി. അപ്പോൾ കാവടെന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ആ യാത്രയുടെ ഭാഗമായി സാധാരണ നമ്മളിവിടെ കാവടി യാത്രയിൽ കാണുന്ന അക്രമങ്ങളുണ്ടല്ലോ, വാഹനങ്ങൾ തകർക്കുക, അതുപോലെ ഒന്നുപോലും നേപ്പാളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വളരെ സമീപകാലത്തായിട്ട് ഇവർ ഈ യാത്രയുടെ ഒപ്പം തന്നെ DJ വയ്ക്കുന്നു. ഈ DJ നമുക്ക് അതിന് ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് കാണാം. ഈ രാംനവമിക്ക് DJ കൊണ്ടുവരിക, മോസ്കിന് മുമ്പിലെത്തുമ്പോൾ വോളിയം കൂട്ടുക, പിന്നെ അശ്ലീല ഗാനങ്ങൾ, വർഗീയ ഗാനങ്ങൾ പ്രചരിക്കുക, ഇതേ രീതി ഈ മാധേശിൽ ചെയ്യുന്നു. ഇവിടെ ഉണ്ടായത് എന്താണ്, ഈ യാത്രാ സംഘങ്ങളിൽ ഒരാൾ ഒരു മുസ്ലിം പള്ളിയുടെ അടുത്തുണ്ടായിരുന്നൊരു മുസ്ലിം ഫ്ലാഗ് എടുത്ത് മാറ്റി അവിടെ
ഈ ഭഗവത്ധ്വജ സ്ഥാപിച്ചു. അതിനെ തുടങ്ങി അവിടെ ഒരു ലോക്കലായിട്ടൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായി. പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ വോളിയം കൂട്ടി, ഈ പറയുന്ന ഡിജെയുടെ വോളിയം കൂട്ടുന്നു, അത് പരസ്പരം സംഘർഷമാകുന്നു, കല്ലേറുണ്ടാവുന്നു, പോലീസ് ഫയറിങ് നടക്കുന്നു. അപ്പോൾ സാധാരണ അത്തരം ചെറിയ സംഭവങ്ങൾ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ അത് ആ സ്റ്റേറ്റ് മുഴുവൻ വ്യാപിക്കുന്നുള്ളതാണ്. ഒരു ലോക്കൽ ഇഷ്യൂ ഉണ്ടായ ലോക്കൽ ഇഷ്യൂവിൽ കണ്ടെയ്ൻ ചെയ്ത് കളയാൻ പോലീസിന് പറ്റുമായിരുന്നു. ഇതങ്ങനെയല്ല. അവിടെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി പ്രചരിപ്പിക്കുകയും അത് വലിയൊരു ആസൂത്രിത ഓർഗനൈസ്ഡ് റയട്ടായി മാറുകയും ചെയ്യുന്നു. ഇത് നേപ്പാളിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്നാണ് ഈ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പറയുന്നത്. അപ്പോൾ ഈ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതൊരു RSS രീതിയാണ്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ആ പത്രം തന്നെ ഉദ്ധരിക്കുന്ന ഒരു കാര്യം 2023 അമേരിക്കൻ മറ്റേ ഒരു കമ്മീഷൻ ഉണ്ടല്ലോ, ഈ മതസ്വാതന്ത്ര്യ കമ്മീഷൻ, ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം കമ്മീഷൻ, അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം RSSൻ്റെ അന്താരാഷ്ട്ര സംഘടനയാണ് ഹിന്ദു സേവാ സംഘ് HSS. അത് അമേരിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ട്, യൂറോപ്പിലെല്ലാം അടുത്തുണ്ട്. അതിൻ്റെ ഒരു വിങ് നേപ്പാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു 90-കൾ മുതൽ. അതാരും അത്ര മൈൻഡ് ചെയ്യുന്നില്ല. അതും പോരാ, വിശ്വ ഹിന്ദു പരിഷത്തും അതുപോലെ ബജ്രംഗ് ദളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഈ പത്രം പറയുന്നു. അതും പോരാഞ്ഞിട്ട് നേപ്പാളിൽ മാധേശിൽ മാത്രം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുണ്ട്, NJP എന്നാണ് അതിൻ്റെ പേര്, നേപ്പാൾ ജനതാ പാർട്ടി. അത് BJPയുടെ ഓഫ് ഷൂട്ടാണെന്ന് ചിഹ്നം താമരയാണ്. താമര ചിഹ്നവും മറ്റേ പച്ച കാവിക്കൊടിയും എല്ലാം ഒരുപോലെയാണ്. ഇതവർ ചൂണ്ടിക്കാട്ടാണ്. പക്ഷെ അവർക്ക് ഈ കഴിഞ്ഞ ഇലക്ഷനിലാണ്ട് 240 വോട്ടാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത് ഒരു മണ്ഡലത്തിൽ എന്ന് പറയുന്നത്. കാര്യമായിട്ട് വോട്ടൊന്നുമില്ല. ഇത് നേപ്പാളിനെ തകർക്കും. ഇതെന്താണ്, ഇത് RSSൻ്റെ രീതിയാണ്. RSSൻ്റെ രീതിയിൽ അവരവിടെ പ്രവർത്തിക്കുകയാണ്. എങ്ങനെയാണോ രാമനവമി ഘോഷയാത്രകൾ കലാപങ്ങളാണ് ഇന്ത്യയിൽ മാറുന്നത്, അതേ മാതൃകയിലാണ് ഇവിടെ ഇത് സൃഷ്ടിക്കുന്നത്. തെറ്റായ വിവരങ്ങൾ, ഈ പറയുന്ന വ്യാജ പ്രചാരണങ്ങൾ, വർഗീയ പ്രചാരണങ്ങൾ ടിക്ടോക്കിലും വാട്സപ്പിലും വഴി പ്രചരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഈ പറയുന്ന മാധേശ് പ്രവിശ്യയിൽ മുഴുവനായി വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തടഞ്ഞില്ലെങ്കിൽ അപകടമാണ് എന്ന് പറയുന്നത് നേപ്പാളി മാധ്യമങ്ങളാണ്. അപ്പോൾ ആ നേപ്പാളി മാധ്യമങ്ങൾ പലതും കുറ്റപ്പെടുന്നത് എന്താണ്, കാഠ്മണ്ഡുവിലിരിക്കുന്ന എലീറ്റ് റൂളേഴ്സിനെയാണ്. ഇവർക്കത് പ്രശ്നമല്ല. കാരണം എന്താണ്, ഒരേ അവസരം തന്നെ. ഇപ്പോൾ മാധേശിനെ സംബന്ധിച്ച് മാധേശ് ഒരു അവഗണിക്കപ്പെട്ട സംസ്ഥാനമാണ്. അവിടുത്തെ ഹിന്ദു മുസ്ലിമും അവഗണിക്കപ്പെടുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അവിടെ തന്നെ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ ഇൻ്റർസെക്റ്റഡ് ഡിസ്ക്രിമിനേഷനാണ് അവർ നേരിടുന്നത്. ഒരേ സമയം മാധേശി മുസ്ലിമും ആവുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അതിലും കൂടുതൽ പ്രശ്നമാണ്. അപ്പോൾ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണത്? ഇപ്പോൾ ഗുജറാത്തിൽ കലാപം നടന്നത് എങ്ങനെയാണ്? ഗുജറാത്തിലെ ദലിതുകളോടും പിന്നോക്കക്കാരോടും RSS പറഞ്ഞത് നിങ്ങളുടെ പിന്നോക്കാവസ്ഥ കാരണത് അവനാണ്. അതായത് കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട ഇഗ്നീഷൻ എന്ന് പറയുന്നത്. ഇവിടെയും അത് തന്നെയാണ് ചെയ്യുന്നത്. മാധേശികൾ നിങ്ങളിവിടെ അവഗണിക്കപ്പെടാൻ കാരണം അവിടെ കാഠ്മണ്ഡുവിലിരിക്കുന്ന രാഷ്ട്രീയക്കാരല്ല, യുവമാരാണ്. കാരണം ഈ മുസ്ലിം ജനസംഖ്യ കുറേ കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഈ മാധേശിൻ്റെ ചില ജില്ലകളിലാണ്. അത് ചൂണ്ടിക്കാട്ടെ അവന്മാരുടെ എണ്ണം കൂടും. അതായത് ഈ നേപ്പാളിൽ ആകെയുള്ളത് 5% മുസ്ലിങ്ങളാണ്. ഒരു 30 വർഷം കൊണ്ട് അവിടെ 1% മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരേ 1%. കാരണം ഇന്ത്യയിലെപ്പോഴും ഒരു മുസ്ലിം ജനസംഖ്യ വർധനയില്ല. എന്നിട്ടും പറയും നിങ്ങളുടെ അവസരങ്ങൾ തട്ടിയെടുക്കുന്നതിന് കാരണം ദാദിവന്മാരാണ് എന്ന് പറഞ്ഞാൽ അതേ പ്രചാരണമാണ് നടക്കുന്നതാണ് ഈ പത്രം ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ RSS എന്താണ് ചെയ്യുന്നത്? ഇപ്പം നേപ്പാൾ ഇന്ത്യ ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കുക. നേപ്പാൾ ഇന്ത്യ ബന്ധം വളരെ വഷളായിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ. വഷളായത് എങ്ങനെയാണ്? നേപ്പാൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു സാറ്റലൈറ്റ് രാജ്യമാണ്. ഇന്ത്യയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമായിരുന്നു. അങ്ങനെ ഇരിക്കുക, അതായത് ഇന്ത്യയിൽ നിന്ന് പെട്രോൾ ചെയ്യുന്നില്ല, അവിടെ വണ്ടി ഓടില്ല. ഇന്ത്യയിൽ നിന്ന് ഭക്ഷണം എത്തില്ല, അരി എന്നില്ല, അവിടെ ഭക്ഷണം കഴിക്കില്ല. അത്രമാത്രം ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യം ഒരു ചൈനീസ് അലയായി മാറുന്നു. അങ്ങനെ ആയി മാറാൻ കാരണം എന്താണ്? അത് നമ്മുടെ വിദേശ നയം മാത്രമല്ല, അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളിൽ ഈ പറയുന്ന അൽക്കുലത്ത് സംഘടനകൾ ഇടപെടുന്നതോടുകൂടിയാണ്, അവരതിനെ റിജക്റ്റ് ചെയ്യുന്നതോടുകൂടിയാണ്. അപ്പോൾ RSS എന്ന് പറഞ്ഞ സംഘടന ഇന്ത്യയെ എങ്ങനെയാണോ മാറ്റിക്കൊണ്ടിരിക്കുന്നത്, അത് ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി പോലും അതെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അവരെ ഇടപെടുന്നത്, അത് ഇന്ത്യ നേപ്പാൾ ബന്ധത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അവിടുത്തെ തന്നെ അവരുടെ മനസ്സമാനം കളയുന്നത് എങ്ങനെയാണ്, ആഭ്യന്തര കാലുഷ്യത്തിൽ കളയുന്നത് എന്താണ് എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദാവ് സാഹിബ്, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നടന്നു വരുന്ന കലാപങ്ങളുടെ ഒരു പാറ്റേൺ ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ നേപ്പാളിൽ പറയുന്ന അവിടെ രാജഭരണം നഷ്ടമായതിനു ശേഷം രാജഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനെ വീണ്ടും ഹിന്ദുരാഷ്ട്രം ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. ഇതിനെയൊക്കെ HSS പുറത്തുനിന്ന് ഫണ്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങളും അത്തരം റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വലുതായി ഉണ്ടാവുകയും നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന തരത്തിലുള്ള സംഭവങ്ങൾ നേപ്പാളിൽ കാണുകയും ചെയ്തു. അല്ല, ഈ ഇൻസിഡൻറ്റ് നമ്മൾ മൊത്തം പരിശോധിച്ചാൽ ഒരു ഇന്ത്യൻ പ്ലേ ബുക്കാണ് യഥാർത്ഥത്തിൽ അവിടെ വന്നിട്ടുള്ളത്. ഒന്നാമത് ഇത് ഈ പ്രദേശം മധേഷ് എന്ന് പറയുന്ന ഈ പ്രദേശം
ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഈ ആദ്യം ഈ ഇൻസിഡൻ്റ് ഉണ്ടായ എന്താണ് ദേവഗഞ്ച് എന്ന് പറയുന്ന ടൗൺ ഉണ്ട്. അത് 20 ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് 20 കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്ഥലമാണ്. അവിടെയാണ് ഈ പ്രൊസഷൻ നടന്നിട്ട് വോളിയം കൂട്ടി ബഹളമായി അടിയായി ഒക്കെ നടക്കുന്നത്. ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. മൊത്തം ഇൻസിഡൻറ്റ് ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന കലാപങ്ങൾ അതിൻ്റെ അതേ പാറ്റേണിൽ അതേ പ്ലേ ബുക്ക് അനുസരിച്ചാണ്. അപ്പോൾ അതിൽ പറഞ്ഞൊരു അവിടുത്തെ മാധ്യമങ്ങളിൽ എല്ലാറ്റിലും വന്ന ഒരു പേര് HSSൻ്റെയാണ്. HSS ഹിന്ദു സ്വയം സേവക് സംഘ്, RSSൻ്റെ നേപ്പാളി എഡിഷനാണ്. പിന്നെ ബജ്രംഗ് ദൾ, വിശ്വ ഹിന്ദു പരിഷത്ത്, ഈ പേരുകളൊക്കെ നേപ്പാളി പത്രങ്ങൾ തന്നെയാണ് കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഈ കാഠ്മണ്ഡു കേന്ദ്രീകരിച്ചൊരു തിങ്ക് ടാങ്ക് ഉണ്ട് നേപ്പാളിൽ, നേപ്പാൾ സെൻറ്റർ ഫോർ സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു പഠനത്തിൽ പറയുന്ന കാര്യം 2022 മൊത്തം നേപ്പാളിൽ എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണൽ വയലൻസ് എന്ന് പറയുന്നത് നേപ്പാളിൻ്റെ പാരമ്പര്യത്തിലില്ലാത്തതാണ്. അവർ പല ഈ എന്താണ് കമ്മ്യൂണിസ്റ്റ് ഈ മാവോയിസ്റ്റ് ഇൻസർജൻസിയും സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കമ്മ്യൂണൽ വയലൻസ് എന്ന് പറയുന്ന സംഭവം നേപ്പാളിൽ ഉണ്ടാകാറുണ്ടായിരുന്നില്ല. അതിൻ്റെ അവർ പറഞ്ഞു 2022 ഒരു റെക്കോർഡഡ് ഇൻസിഡൻ്റാണ് ഉണ്ടായത് മൊത്തം നേപ്പാളിൽ കമ്മ്യൂണൽ വയലൻസിൻ്റെ. 2024 8 റെക്കോർഡഡ് ഇൻസിഡൻ്റാണ് ഉണ്ടായത്. പക്ഷേ 2025 3 റെക്കോർഡഡ് ഇൻസിഡൻറ്റ്. പക്ഷേ ഫസ്റ്റ് 5 months ഓഫ് 2026 2026 ആദ്യത്തെ 5 മാസമാകുമ്പോഴേക്ക് 13 റെക്കോർഡഡ് കമ്മ്യൂണൽ വയലൻസ് ഉണ്ടായെന്നാണ് ഈ സെൻറ്റർ ഫോർ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന ഒരു NGO ഒരു തിങ്ക് ടാങ്ക് അവരുടെ പഠനത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവത്തിൽ വളരണമെങ്കിൽ ഏതോ നിലക്കുള്ളൊരു പിന്നണിപ്പണി അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന HSSൻ്റെ പേര് വ്യാപകമായിട്ട് വരുന്നത്, ഹിന്ദു സ്വയം സേവക് സംഘ്. അതേപോലെ ഇത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന അതേ പാറ്റേൺ ആണ്. പ്രൊസഷൻ നടക്കുക, പിന്നെ DJ വെക്കുക, ബഹളം ഉണ്ടാക്കുക, ഇങ്ങനെ അതങ്ങ് സ്പൈറൽ ചെയ്ത് പോകുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഇന്ത്യൻ പ്ലേ ബുക്കിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യം നേപ്പാളിൽ കണ്ടെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന സമീപനം, അതേപോലെ മൊത്തം ഈ സോഷ്യൽ മീഡിയ എടുക്കുന്ന സമീപനം, ഈ ഇവിടെ നിന്നുള്ള കാഠ്മണ്ഡുവിൽ നിന്നുള്ള അല്ലെങ്കിൽ നേപ്പാളിലുള്ള ഇൻസ്റ്റാഗ്രാം പേജുകൾ ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായി ശ്രദ്ധിക്കുന്നുണ്ട്. എത്ര കണ്ടൻറ്റുകളാണ് ഈ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ചേർന്നിട്ട് നമ്മൾ ജൻസി എന്ന് പറയുന്ന ആ പ്രായത്തിൽപ്പെട്ട ആളുകൾ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് പലയിടങ്ങളിലും. സമാധാനത്തെക്കുറിച്ച്, കമ്മ്യൂണൽ ഹാർമണിക്ക് വേണ്ടിയിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പ്രകടനം നടത്തും. അത്തരം പോസ്റ്ററുകൾ, പ്ലക്കാർഡുകൾ, അത്തരം പോസ്റ്റുകൾ ധാരാളമായിട്ടിടുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റി എന്നുള്ള നിലക്ക് അവരിത് ആഘോഷിക്കുകയല്ല ചെയ്യുന്നത്, അവർ റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി നമ്മുടെ ഈ പറയുന്ന ചാനലുകളുണ്ടല്ലോ, ദേശീയ ചാനലുകൾ, അവരെങ്ങനെയാണ് പെരുമാറുക, നേപ്പാളി മീഡിയ എങ്ങനെയാണ് പെരുമാറുന്നത്, ശരിക്കും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാമെന്നാണ്. ഇത് നമ്മുടെ നേപ്പാളി പാരമ്പര്യത്തിന് ചേർന്നതല്ല, ഇതൊരു അബറേഷനാണ്, ഇതിങ്ങനെ പോയാൽ പറ്റില്ല എന്ന മറ്റുള്ള ശക്തമായ വളരെ സെക്യുലറായുള്ള പൊസിഷൻ എടുക്കാൻ അവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവിടുത്തെ പോലെ റാബിൾ റൗസേഴ്സ് ആയിട്ടുള്ള ആങ്കർമാർ അവിടെ ഒന്നും ബഹളം ഉണ്ടാക്കുന്നില്ല, അവനെ പിടി ഇവിടെ പിടി, അങ്ങനെയൊന്നുമില്ല. ഒരു സംഭവം നടന്നു നോക്കി അത് ഒരു ഘട്ടത്തിൽ കൈവിട്ട് പോയി. എന്ന് പറഞ്ഞാൽ ഈ 3 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ ദേവഗഞ്ചിൽ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം അവരെല്ലാവരും കൊല്ലപ്പെട്ടത് പോലീസ് ഫയറിങ്ങിലാണ് കേട്ടോ, അല്ലാതെ ഈ പരസ്പരം ഇതല്ല. അതിന് വിമർശനം വരുന്നുണ്ട്. ഈ വെടിയേറ്റവർക്കെല്ലാം അരക്ക് താഴെ അരക്ക് മേലെയാണ് വെടിയേറ്റിരിക്കുന്നത്. അതൊരു പോലീസിനൊരു എക്സസ് എന്ന് വെച്ചാൽ ഒരു പോലീസ് പ്രോട്ടോക്കോൾ അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതേപോലെ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ, നേരത്തെ അദ്ദേഹം ഒരു ടെലിവിഷൻ കൊമേഡിയനൊക്കെ ആയിരുന്നെങ്കിലും പ്രധാനമന്ത്രിയായതിനു ശേഷം അദ്ദേഹം റാപ്പറായിരുന്നു. ഈ എന്നുവെച്ചാൽ ഒരു വിഷ്വൽ പ്രോഡക്റ്റ് ആയിരുന്നു അദ്ദേഹം. പക്ഷേ പ്രധാനമന്ത്രിയായതിനു ശേഷം വളരെ അപൂർവമായിട്ടേ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ, പബ്ലിക്കിൽ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ, ടെലിവിഷൻ പ്രത്യക്ഷപ്പെടുന്നു. ഇതിൽ 5-ാമത്തെ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത്. അതൊക്കെ വിമർശന വിധേയമായിട്ടുണ്ട്. പക്ഷേ ആ പ്രതികരണം വളരെ സെൻസിബിളായിരുന്നു കേട്ടോ. അല്ലാതെ ഇഫ് ദർ ഇസ് എൻ ആക്ഷൻ ദർ വിൽ ബി എ റിയാക്ഷൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം സാമുദായിക സൗഹാർദ്ദത്തെക്കുറിച്ചും നേപ്പാളിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് വളരെ റെസ്പോൺസിബിൾ ആയിട്ടാണ് ഒരു സൊസൈറ്റി ആണെങ്കിലും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമാണെങ്കിലും സമൂഹമാണെങ്കിലും മാധ്യമങ്ങളാണ് പെരുമാറിയിട്ടുള്ളത്. ഇത് നമ്മുടെ പാരമ്പര്യത്തിന് ചേരാത്തൊരു സംഭവം സംഭവിച്ചു പോയി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അവർ കാണുന്നത്. അവരത് ഏതാണ്ട് ഇപ്പോൾ കണ്ടെയ്ൻ ചെയ്ത് കഴിഞ്ഞു. ഈ പറഞ്ഞ പല സ്ട്രക്ചറൽ ഇഷ്യൂസ് ഉണ്ട്. ഇത് റിമോട്ടാണ്, കാഠ്മണ്ഡുവിൽ നിന്ന് വളരെ റിമോട്ടായിട്ടുള്ള ഏരിയയാണ്. ഈ ഫെഡറലിസം, അവരുടെ പുതിയ ഭരണഘടനയിൽ ഫെഡറലിസം ഉണ്ടെങ്കിലും പോലീസിങ് സ്റ്റേറ്റിന് അതോറിറ്റി ഉണ്ടെങ്കിലും അതൊന്നും പ്രാക്ടിക്കലായിട്ടില്ല. പിന്നെ പല സ്വഭാവത്തിലുള്ള ഒരു ഘടന. നേപ്പാൾ എന്ന് പറയുമ്പോൾ പഴയ രാജ്യങ്ങളും പുതിയ നേപ്പാൾ അതിൻ്റെ ഒരു ഇൻഫൻറ്റൈൽ സ്റ്റേജിലാണ്. പഴയ മൊണാർക്കി പോയി, പുതിയ ഭരണകൂടം, ജനാധിപത്യ ഭരണകൂടം വന്നു. ആ രാജ്യം
ആർത്തത്തിൽ നോക്കുകയാണെങ്കിൽ ശൈശവഘട്ടത്തിലുള്ള രാജ്യമാണ്. സ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. പുതിയ നേപ്പാൾ എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടില്ല. പഴയ നേപ്പാളിലേക്ക് തിരിച്ചു പോകണം എന്ന ആവശ്യം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. അവരാണ് ഈ നേപ്പാളി ജനതാ പാർട്ടിയൊക്കെ. നമ്മൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആവശ്യം ഉന്നയിച്ച ആളാണ് കേട്ടോ. മറ്റൊരു രാജ്യത്തെ സിസ്റ്റം എന്താകണം എന്നുള്ളതിനെക്കുറിച്ച് വേറെ രാജ്യത്തെ ഒരു മുഖ്യമന്ത്രി അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് ഒരു ഇൻഫൻറ്റൈൽ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലൈസേഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യമാണ്. അവർക്ക് ഒന്നാമത് ഇത്തരം കമ്മ്യൂണൽ വയലൻസ് അവരുടെ പരിചയത്തിലില്ലാത്തത് കൊണ്ട് എങ്ങനെ അത് കൺട്രോൾ ചെയ്യണമെന്നതിനെക്കുറിച്ചിട്ടുള്ള ധാരണക്കുറവുണ്ടാകും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത് കുറച്ചങ്ങ് കടന്നു പോയത്. വലിയ തോതിലുള്ള തീവെപ്പും ഈ വസ്തുനഷ്ടമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നേപ്പാൾ ജനത അതിനെ മറികടക്കും എന്നുള്ളതാണ് അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്.